Respected parents, teachers and my dear friends, a warm good morning to all of you. ഇന്ന് ഒക്ടോബർ 2 അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോക ശ്രദ്ധ ആർജിച്ച മഹാത്മാ എന്ന നാമവിശേഷണമുള്ള നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഗാന്ധി ജയന്തി ദിനാചരണത്തിനായി സെന്റ് ജോർജ് ഹൈസ്കൂൾ വിലങ്ങാട് ഇന്നൊരു ഓൺലൈൻ അസംബ്ലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഈ അസംബ്ലിയിൽ മുഴുവനായി പങ്കെടുക്കുക. സത്യം മാർഗമാക്കിയ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ആരോഗ്യപ്രദമായ നല്ല നാളുകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. All of you please stand up for the prayer. ആദിമധ്യാന്തമാം ചൈതന്യമേ, ആർദ്രമായി നീ എന്നിൽ നിറയണമേ. ആദിമധ്യാന്തമാം ചൈതന്യമേ, ആർദ്രമായി നീ എന്നിൽ നിറയണമേ. ആദ്യാക്ഷരത്തിൻ്റെ മാധുര്യമായി ഓരോ ദിനങ്ങളും വിടരേണമേ. ശാന്തമാം നദിയായി ഒഴുകേണമേ. ആദിമധ്യാന്തമാം ചൈതന്യമേ, ആർദ്രമായി നീ എന്നിൽ നിറയണമേ. School, attention! Stand it is. Attention! All of you stretch your right hand forward for the pledge. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. Dear friends, ഇന്നത്തെ ദിവസം നമുക്കൊരു ശുഭചിന്തയോടെ തുടങ്ങിയാലോ? Good morning teachers and my dear friends. Thoughts for the day. Where there is a will, there is a way. I repeat, where there is a will, there is a way. Means if someone is to determine to do something, he will find the way to accomplish it regardless of obstacles. If you really want to do something, you will find the way. If you don't, you will find an excuse. Thank you. Have a nice day. പ്രിയ കൂട്ടുകാരി, ഗാന്ധി ജയന്തി ദിനത്തിൽ അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ KT ജോസഫ് സാർ. സ്നേഹമുള്ള മാതാപിതാക്കളെ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇന്നിപ്പം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവരാണ്. എങ്കിലും 150 വർഷം മുമ്പേ ജനിച്ച മഹാത്മജിയുടെ ബർത്ത്ഡേ ഇന്നും നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആഘോഷത്തിന് ഇപ്പോഴും പാത്രമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ലോകത്തിനാകെ മാതൃകയായി തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്നും നന്മ മാത്രം ചെയ്ത ഗാന്ധിജിയെ ലോകം ഒരിക്കലും മറക്കുകയില്ല. നമ്മുടെ ഈ 2 നൂറ്റാണ്ടുകളിലെയും ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയോടാണ്. വിദേശ വിദ്യാഭ്യാസം നേടി വിദേശത്ത് തൊഴിലിന് പോയ ഗാന്ധിജി അവിടെയുണ്ടായ ദുരനുഭവങ്ങളിലൂടെ എൻ്റെ ജനതയും ഇതാണ് അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ നാട്ടിലെത്തി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുകയും തൻ്റെ ജീവിതം ഈ പാവപ്പെട്ട ജനങ്ങൾക്കായി നീക്കിവെക്കുകയും ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്ത് നമുക്കെല്ലാവർക്കും മാതൃകയായതാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നതോടൊപ്പം നമ്മളുടെ ജീവിതവും മറ്റുള്ളവർക്ക് സേവനത്തിനായി, മറ്റുള്ളവരെ സ്നേഹിക്കാനായി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ അപ്രാപ്യമായ ഈ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ആശയവിനിമയം സാധ്യമാക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചലഞ്ചുകളുടെ കാലമാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഈസ് ഹിയർ വിത്ത് എ ന്യൂ ചലഞ്ച്, ക്ലീൻ ആൻഡ് വിൻ ചലഞ്ച്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സേവനവാരം ആചരിക്കുന്ന പതിവ് എല്ലാ വർഷവും നമുക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഈ കോവിഡ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ള അവസരവും നമുക്ക് നഷ്ടമായി. ഈ കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളായ നമുക്ക് വീട്ടിലിരുന്ന് ഈ ചലഞ്ചിൻ്റെ ഭാഗമാകാൻ സാധിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ കുടുംബാംഗങ്ങളോട് ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് നമുക്കും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാകാം.
നിങ്ങൾ പരിസര ശുചീകരണത്തിന് ഏർപ്പെടുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒക്ടോബർ 5-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ക്ലാസ് ഗ്രൂപ്പിലിടുക. ശുചീകരണത്തിന് മുമ്പുള്ള ഫോട്ടോയും ശേഷമുള്ള ഫോട്ടോയും അയച്ചു തരാൻ മറക്കരുതേ. ഇതൊരു ക്ലാസ് തല പ്രവർത്തനമാണ്. ഏറ്റവും കൂടുതൽ ശതമാനം കുട്ടികൾ പങ്കെടുക്കുന്ന ക്ലാസ് ആയിരിക്കും വിജയികൾ. മറക്കരുതേ, 5-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണ് മത്സരം. മാലിന്യ വിമുക്തമായ ഒരു നല്ല നാളേക്കായി നമുക്ക് അണിചേരാം. കാലഘട്ടപ്പെട്ടു പോകാത്ത ആദർശത്തിൻ്റെയും ജീവിതശൈലിയുടെയും വക്താവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾക്ക് നമുക്കിനി കാതോർക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില മഹത് വചനങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് പകർന്നു തന്ന ഈ സൂക്തങ്ങൾ നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. Wealth is lost, nothing is lost. Health is lost, everything is lost. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ആരോഗ്യ പരിപാലനം വളരെ അത്യാവശ്യമായ ഈ സമയത്ത് നമുക്ക് ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും നടന്ന സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ പഠന അന്തരീക്ഷത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ കൊറോണ കാലം നമുക്കെല്ലാവർക്കും വളരെയേറെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലേ. എങ്കിലും നാം ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വ്യക്തി ശുചിത്വവും നല്ല ആരോഗ്യശീലവും നമുക്ക് പരിശീലിക്കാം. കുട്ടികളായ നമ്മൾ കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. പോഷകസമൃദ്ധമായ ആഹാരരീതി ശീലിക്കുക. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണും ടിവിയും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായ വിശ്രമം നൽകുക. മാനസിക ഉല്ലാസത്തിന് ഉപകരിക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക. കടമനിട്ടയുടെ വരികൾ നമുക്ക് ഓർക്കാം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും. ഈ കൊറോണ കാലം നമ്മുടെ ജീവനും നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ജീവനും നമുക്ക് രക്ഷിക്കാം. സ്കൂൾ അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്. അറ്റൻഷൻ. ദേശീയഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंधु गुजरात मराठा द्राविड उत्कल भंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तब शुभ नामे जागे, तब शुभ आशीष मागे. गाहे तब जय गाथा,